ദിലീപുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ കുറ്റമുക്തനാക്കിയെങ്കിൽ പോലും ദിലീപിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നവർ നിരവധിയാണ്. പക്ഷേ പലപ്പോഴും ദിലീപിനെ പ്രതി എന്ന് ആരോപിച്ച ആ സമയം മുതൽ തന്നെ ദിലീപിനെ അനുകൂലിച്ചെത്തിയവരും നിരവധിയാണ്. അതിലൊരാൾ തന്നെയാണ് ശാന്തിവിള ദിനേശ്. സംവിധായകൻ ശാന്തിവിള ദിനേശ് ദിലീപിന്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും അദ്ദേഹത്തെ അനുകൂലിച്ചെത്തുന്ന ഒരു സംവിധായകൻ തന്നെയാണ് ശാന്തിവിള ദിനേശ്. നടി ആക്രമിച്ച കേസിൽ ദിലീപിനെ ശിക്ഷിച്ചാലേ ഈ കേസിൽ നീതി കിട്ടുമെന്നാണ് നടന്റെ മുൻ ഭാര്യ പറയുന്നതെന്ന് സംവിധായകൻ ശാന്തിവിള ദിനേശ് ഇപ്പോൾ തുറന്നടിക്കുന്നു. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സ്ത്രീകൾ കേൾക്കണ്ട, പുരുഷ ജഡ്ജിമാർ കേട്ടിട്ട് ഞങ്ങൾ പറയുന്നവനെ ശിക്ഷിച്ചാലേ അന്നും ഇന്നും എന്നും കോടതിക്ക് വിലയുണ്ടാവൂ എന്നാണ് അവരുടെ വാദമെന്നും ശാന്തിവിള പരിഹസിക്കുന്നു. ഈ കേസ് അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയ IGയെയും സർക്കിളിനെയും ഈ കേസിന്റെ ഫയലുകളിൽ തൊടാൻ ഈ പറയുന്ന ജഡ്ജി ഏമാത്തി സമ്മതിച്ചിട്ടില്ലായിരുന്നു. അവർ ഈ കേസിൽ നിന്ന് പിൻവാങ്ങി. എന്തിനാണ് ഈ IGയെയും CIയെയും ഒഴിവാക്കിയത് എന്ന് ഇതുവരെയും കോടതി ചോദിച്ചിട്ടില്ല. തനിക്ക് പറ്റിയ തന്നെ പോലെയുള്ള തരികിടകൾ കളിക്കുന്നവരുമായി ഉദ്യോഗസ്ഥ മുന്നോട്ട് പോയി. ഒരു വനിതാ ജഡ്ജ് ഈ കേസ് കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ സർക്കാർ അതും ചെയ്തു കൊടുത്തു. പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടെങ്കിലും എനിക്ക് സ്വകാര്യമായി ഒരു വക്കീലിനെ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അതും സർക്കാർ അനുവദിച്ചു. 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു പോയപ്പോൾ ചാനലുകളിൽ ദിലീപിനെതിരെ സംസാരിക്കുന്ന ഒരു മഹാപണ്ഡിതനെ ആ ചുമതല ഏൽപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ സർക്കാർ അതും ചെയ്തു കൊടുത്തു. അന്വേഷണ ഉദ്യോഗസ്ഥ ഒരു പെണ്ണുമതി, കേസ് കേൾക്കുന്ന ജഡ്ജ് ആണാകട്ടെ എന്നായിരുന്നു അടുത്തത്. ആ ആവശ്യം ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിക്കളഞ്ഞു. അപ്പോൾ പറഞ്ഞു വാദം കേൾക്കുന്നത് ഓപ്പൺ കോടതിയിലാക്കണമെന്ന്. അതും തള്ളിപ്പോയി. ഇപ്പോഴിതാ അതിജീവിതയും ഈ കേസിൽ എന്താ ഗൂഢാലോചന ഉണ്ടെന്ന് ആദ്യം പറഞ്ഞ മഹതിയും ഫേസ്ബുക്കിൽ വന്നിരിക്കുന്നു. ആരോ കൃത്യമായി ദിലീപിനെ ഫോക്കസ് ചെയ്ത് എഴുതി കൊടുത്ത ഒരു കത്തുകളുമായിട്ടാണ് രണ്ടുപേരും കൂടെ ഇറങ്ങിയിരിക്കുന്നത്. രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതിയിലും കത്തുകൾ അയച്ചിട്ട് പോലും ഞാൻ പറഞ്ഞതൊന്നും അംഗീകരിച്ചിട്ടില്ല എന്നതടക്കം അതിജീവിത പരിഭവം പറയുന്നുണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ന്യായമായതേ ഭരണാധികാരികൾക്ക് ചെയ്യാനാകൂ. ഈ പറയുന്നതൊക്കെ ദിലീപിനെ തകർക്കാനുള്ള നിയമാനുസൃതമല്ലാത്ത കാര്യങ്ങളാണ് എന്ന് വിവരമുള്ള ആരെങ്കിലും ഈ കൊച്ചിന് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് ഇതൊക്കെ പടപടാന്ന് പപ്പടം പൊടിയും പോലെ തോറ്റുപോകുന്നത്. അടുത്ത കക്ഷി ദിലീപിന്റെ മുൻ ഭാര്യയുടെ കത്താണ്. രണ്ടും ഒരാൾ തന്നെയാണ് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ നീതിപൂർണമായി നടപ്പിലായി എന്ന് പറയാനാവില്ല. കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അതുപോരാ, വഴിയെ പോണവരും കൂടെ എന്നാണ് പറയുന്നത്. അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്ക് നീതി പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നും നടപ്പിലാകുമെന്ന് തന്നെ തുറന്നു പറഞ്ഞോളൂ. അതായത് ഹണിയം വർഗീസ് എന്ന സ്ത്രീ വിധി പറഞ്ഞത് വിശ്വസിക്കുന്നില്ല. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സ്ത്രീകൾ കേൾക്കേണ്ട പുരുഷ ജഡ്ജിമാർ കേട്ടിട്ട് ഞങ്ങൾ പറയുന്നതിനെ ശിക്ഷിച്ചാലേ അല്ലെങ്കിൽ പറയുന്നവരെ ശിക്ഷിച്ചാലേ അന്നും എന്നും കോടതിക്ക് വിലയുണ്ടാവൂ എന്നാണ് ദിലീപിന്റെ മുൻ ഭാര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ജില്ലാ കോടതിയിലെ ക്രോസിംഗിൽ പ്രതിഭാഗം വക്കീലന്മാർ കുറെ കുനിഷ്ഠ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കാൻ ഇടയുണ്ട്. പ്രതിഭാഗത്തെ ദിലീപിന്റെ വക്കീലന്മാർ അല്ലെങ്കിൽ ആ പ്രതിപട്ടികയിൽ നിൽക്കുന്ന എല്ലാവരുടെയും വക്കീലന്മാർ എന്തെങ്കിലുമൊക്കെ കുനിഷ്ഠ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കാം. അവരോടൊക്കെ നിങ്ങൾ ഈ പറയുന്നതൊക്കെ കുടുംബകാര്യമല്ലേ, ഭർത്താവ് കോടതിയിൽ കേസ് കൊടുത്തിട്ടല്ലേ നിങ്ങളുടെ ബന്ധം വേർപ്പെടുത്തിയത് എന്ന് ചിലപ്പോൾ ഹണിയം വർഗീസും ചോദിച്ചിരിക്കാം. അങ്ങനെയാണല്ലോ നടന്നത്. കേരളീയർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ദിലീപിന്റെ ശല്യം കൊണ്ട് അല്ലെങ്കിൽ പെണ്ണുപിടിയനായതുകൊണ്ട് ഭാര്യ കളഞ്ഞിട്ട് പോയി എന്നൊക്കെയാണ് കേസ്. അല്ല, പുറത്തറിയുന്ന കാര്യങ്ങൾ. വാസ്തവത്തിൽ ദിലീപാണ് എനിക്ക് ഈ ബന്ധം വേർപ്പെടുത്തി തരണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തത്. ഒരു മകൾ ഉള്ളത് നിഷ്പക്ഷമായ നീതിയുക്തമായ സദാചാര ബോധമുള്ള അമ്മയോടൊപ്പം വരാതെ ഒരു അറുപോക്കിരിയായ തന്തയോടൊപ്പം പോയത് എന്താണെന്ന് ന്യായമായും ചോദിച്ചിരിക്കാം കോടതി. ചോദിച്ചോ എന്ന് എനിക്കറിയില്ല. ബന്ധം വേർപിരിഞ്ഞ് പോയവനോടുള്ള പക ഇപ്പോഴും കൊണ്ടു നടക്കുകയാണെന്നും ചിലപ്പോൾ ചോദിച്ചിരിക്കാം. നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ ഈ കേസിൽ എടുത്തിടേണ്ട കാര്യമില്ല എന്നും ചിലപ്പോൾ പറഞ്ഞിരിക്കാം. അതിനൊരു വനിതയായ ഒരു അമ്മയായ നീതിക്ക് നിരക്കാത്തതൊന്നും സർവീസിൽ ചെയ്തിട്ടില്ലാത്ത ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞു ചെന്നാൽ ഒരു മേൽക്കോടതിയും അനുവദിക്കില്ല എന്നത് പോലും അവർ മനസ്സിലാക്കിയില്ല. ആ ജഡ്ജിയുടെ ട്രാക്ക് റെക്കോർഡ് മോശം വരകൾ വീണതുമല്ലല്ലോ. ഒന്ന് ഇവിടെ ഉറപ്പിക്കാം, അതിജീവിതയുടെയും മുൻ ഭാര്യയുടെയും പിന്നിൽ വേന്ദ്രന്മാർ നിൽപ്പുണ്ട്. അതേസമയം ഭാഗ്യലക്ഷ്മിക്കെതിരെ സംവിധായകൻ ശാന്തിവിള ദിനേശ് സംസാരിക്കുകയുണ്ടായി. മലയാള സിനിമയിൽ പുരുഷാധിപത്യമാണെന്ന ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണത്തിനെതിരെയാണ് ദിനേശിന്റെ പ്രതികരണം. നായകന്മാരെക്കാൾ ഉയർന്നാൽ മാത്രമേ തുല്യവേതനമൊക്കെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂവെന്നും അതിജീവിതയ്ക്കൊപ്പം എന്ന് പ്രഖ്യാപിച്ച് രാജിവെച്ച അവർ എന്തുകൊണ്ട് മുൻപ് രാജിക്ക് തയ്യാറായിരുന്നില്ലെന്ന് ശാന്തിവിള ചോദിച്ചു. പുരുഷാധിപത്യമാണത്രേ. മലയാള സിനിമയിൽ എത്ര തുണിയില്ലാതെ അഭിനയിച്ചാലും നയൻതാരമാർക്ക് രജനീകാന്തിന്റെ പ്രതിഫലം കിട്ടുമോ? രജനീകാന്തിനെ വിടാം. അദ്ദേഹത്തിന്റെ മരുമകനായിരുന്ന ധനുഷിന്റെ പ്രതിഫലം കിട്ടുമോ? കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ വളരണം. ഈ സ്ത്രീ ഉണ്ടോ എങ്കിൽ ഈ പടം കാണാമെന്ന് തോന്നിപ്പിച്ചാൽ മാത്രമേ അങ്ങനെ സമത്വം ഉണ്ടാക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ
രജനീകാന്തിന്റെയും മോഹൻലാലിന്റെയും പ്രതിഫലമൊന്നും ഒരു പെണ്ണും പിള്ളയ്ക്കും കിട്ടില്ല. ലേഡി സൂപ്പർ സ്റ്റാറും മോഹൻലാലും ക്യാമറയ്ക്ക് മുന്നിൽ തുല്യമായ അഭിനയമല്ലേ കാഴ്ചവെക്കുന്നത്? പക്ഷെ പ്രധാനമായി മറ്റൊരു വശമുണ്ട്. മോഹൻലാലിന്റെ ഒരു പടത്തിന് തിയേറ്ററുണ്ടാക്കുന്ന തിരക്ക്, സാറ്റലൈറ്റ് വാല്യൂ, OTT വാല്യൂ, ഗൾഫ് കൺട്രീസുകളിലും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലും കിട്ടുന്ന സ്വകാര്യത ഇവിടത്തെ പുരുഷ കേസരികൾക്ക് പോലും അതില്ല. പിന്നല്ലേ ഒരു നായികയ്ക്ക് കിട്ടാൻ? മറ്റൊരു നടനും ഇല്ലല്ലോ ഒന്നാം സ്ഥാനം. എല്ലാത്തിനും സമത്വം വേണമെന്നാണ് പറയുന്നത്. നമ്മുടെ സിനിമയുടെ ആദ്യകാലങ്ങളിൽ ഇവിടെ പുരുഷാധിപത്യം ഇല്ലായിരുന്നത്രേ. എന്തൊരു വങ്കത്തരമാണ് ഈ പെണ്ണുപിള്ള വിളിച്ചു പറയുന്നത്. അടൂർബാസിക്ക് ഉണ്ടായിരുന്ന ആധിപത്യം അന്നിവിടെ ഷീലയ്ക്കോ ശാരദയ്ക്കോ ജയഭാരതിക്കോ ഉണ്ടായിരുന്നോ എന്നതാണ് ഈ മേഡത്തോട് ചോദിക്കാനുള്ളത്. അടൂർബാസിയെ പ്രേംനസീർ ഉൾപ്പെടെയുള്ളവർ കാത്തിരിക്കണം. പിന്നെയാണ് ഈ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും വിലയുണ്ടോ? അതിജീവിത വേദന അനുഭവിക്കുമ്പോൾ ഒരു സംഘടനകളും അവളെ ആശ്വസിപ്പിച്ചില്ല എന്നാണ് പറയുന്നത്. ചേർത്ത് പിടിച്ചതേ ഇല്ലത്രേ. ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല. അവളോടൊപ്പം എന്ന് പറയുക മാത്രമാണ് ചെയ്തതത്രേ. അമ്മയായും ഫെഫ്കയായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും എല്ലാം ഞങ്ങൾ അവളോടൊപ്പമാണ് എന്ന് പറഞ്ഞേ ഉള്ളൂ, ചേർത്ത് പിടിച്ചില്ലെന്ന്. ഈ പെൺകൊച്ചിന്റെ ഭാവിയെ തുലച്ചിട്ടല്ലാതെ അവർ പോകില്ല. KPSC ലളിത അടക്കം ഒരുപാട് പേരുടേത് മടക്കിയതാണ്. KPSC ലളിത അടക്കം ഒരുപാട് പേരുടേത് മടക്കിയതാണ്. ഈ കൊച്ചിനും എന്തോ കഷ്ടകാലമാണ്. നടിയെ ആക്രമിച്ച സംഭവത്തെ അപലപിച്ച് എറണാകുളത്ത് സിനിമാ സമൂഹം മുഴുവൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ഈ ഭവതി മറന്നു പോയിരിക്കാം. കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് അറിയും മുമ്പ് ദിലീപിനെ എല്ലാ സിനിമാ സംഘടനകളിൽ നിന്നും പുറത്താക്കിയില്ലേ? അത് മാത്രമല്ല, 8 വർഷം പിന്നിടുമ്പോഴല്ലേ അതിജീവിതയുടെ വീട്ടിൽ ചെന്ന് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്ന് ഫെഫ്കി ഡബ്ബിംഗ് യൂണിയന്റെ നേതാവായിരുന്നല്ലോ. അന്ന് എന്താ രാജിവെക്കാത്തത്? അതിജീവിതയ്ക്ക് ലോകത്ത് സംഭവിക്കാൻ പാടില്ലാത്ത ദാരുണമായ ഒരു സംഭവം അനുഭവിക്കേണ്ടി വന്നു. സംഘടനകളൊന്നും അവരെ ചേർത്ത് പിടിച്ചില്ലെന്ന് പറഞ്ഞ് അന്ന് രാജിവെക്കണമായിരുന്നു. അന്ന് നേതാവായിരുന്നത് കൊണ്ട് രാജിവെക്കില്ല. ഇപ്പോൾ ഒന്നുമല്ലാത്തത് കൊണ്ട് രാജിവെച്ചിട്ടാണ് ആളാവുന്നത്. അന്ന് തിരക്കിട്ട ജോലി ഉണ്ടായിരുന്നു, ഡബ്ബിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല. അതുകൊണ്ടായിരിക്കണം രാജിവെച്ചതെന്നും ശാന്തിവിള ദിനേശ് വിമർശിച്ചു. അതേസമയം ദിലീപിനെ അറസ്റ്റ് ചെയ്യുമെന്ന സൂചന തനിക്ക് മുൻപേ തന്നെ ലഭിച്ചിരുന്നുവെന്ന് സംവിധായകൻ ശാന്തിവിള ദിനേശ് പറയുന്നു. ഇക്കാര്യം താൻ ദിലീപുമായി പങ്കുവച്ചിരുന്നു. എന്നാൽ അതൊക്കെ സംഭവിക്കുമോ എന്ന ഒരു ഭാവമായിരുന്നു അദ്ദേഹത്തിനെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു. ഒരു അമ്പലത്തിൽ രാവിലെ എത്തി ദൈവത്തോട് പറയാനുള്ളതൊക്കെ പറഞ്ഞ് പ്രസാദം വാങ്ങി കുറി അടിച്ച് ഇറങ്ങുമ്പോഴാണല്ലോ ഒരു പോലീസുകാരൻ ദിലീപിനെ വിളിക്കുന്നത്. താങ്കൾ ഞങ്ങൾക്ക് തന്ന പരാതിയിൽ പറയുന്ന ചില കാര്യങ്ങളിൽ മാഡത്തിന് ചില കാര്യങ്ങളുടെ വിശദീകരണം വേണം, ഒന്ന് ഞങ്ങളുടെ ക്യാമ്പ് വരെ വരുമോ എന്ന് പറഞ്ഞു വിളിച്ചത്. ഞാൻ വരാമെന്ന് ദിലീപ് പറഞ്ഞു. അയാൾ മാസശമ്പളം കൊടുക്കുന്ന അയാളുടെ പേഴ്സണൽ വക്കീലുണ്ട്. ആ വക്കീലിനെ പോലും കൂട്ടാതെ തൊഴുതു നിന്ന ദൈവത്തിനോട് മാത്രം പറഞ്ഞിട്ട് ചെന്ന് കയറി കൊടുത്തു. പിടിച്ചകത്തിട്ടു 88 ദിവസം. മിസ്റ്റർ ഡിങ്കന്റെ പൂജയ്ക്ക് തലസ്ഥാനത്ത് വന്ന ദിലീപിനെ മാറ്റി നിർത്തി ഞാനൊരു കാര്യം പറഞ്ഞു. ഈ കേസ് ഒന്നും വരുമെന്ന് ആർക്കും അറിയില്ലല്ലോ. ദിലീപേ, അടുത്ത 2 ദിവസത്തിനകം നിന്നെ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മുൻകൂർ ജാമ്യം വല്ലതും എടുത്ത് തടയിടണമെന്ന് പറഞ്ഞു. അത് കേട്ട ദിലീപിന്റെ മുഖം ഇന്നും എന്റെ മനസ്സിലുണ്ട്. ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്നായിരുന്നു ദിലീപിന്റെ ഭാവം. എന്തോന്ന് ഭായ് ഈ പറയണേ എന്നുള്ള രീതിയിലാണ് ദിലീപ് എന്നെ നോക്കിയത്. ഞാൻ അറിഞ്ഞത് ഞാൻ പറഞ്ഞു. ഇനി എന്താ വേണ്ടത് താങ്കൾക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അതങ്ങ് ഒഴിവാക്കി. ഭായ്, എന്നെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിന് ഞാൻ മുൻകൂർ ജാമ്യത്തിന് പോകണമെന്നാണ് ദിലീപ് എന്നോട് ചോദിച്ചത്. ശരിയാണ്, അയാൾ മുൻകൂർ ജാമ്യത്തിന് പോകുമ്പോൾ ഇയാൾ എന്തോ ചെയ്തതുകൊണ്ടാണ് പോകുന്നത് എന്ന് തോന്നാം. എന്നിട്ട് ഒരു നിമിഷം അയാൾ കണ്ണടച്ചു ഇങ്ങനെ മുകളിലേക്ക് നോക്കി. അവിടെ ഇരിക്കുന്ന ആൾ നോക്കിക്കോളുമെന്ന് പറഞ്ഞു. ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കണം, പെണ്ണുങ്ങളാണ് നിങ്ങളെ ശത്രുവാക്കിയിരിക്കുന്നത്. എന്തും ചെയ്യും അവറ്റകൾ. കാരണം എതിരാളിയെ കിട്ടിയാൽ അവന്റെ കട്ടപ്പുക കാണുന്നത് വരെ അടങ്ങില്ല. ഈ പെണ്ണിന് ദേഷ്യം വന്നാൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോഴും അയാൾ പറഞ്ഞത് മോളിൽ ഇരിക്കുന്ന ആൾ നോക്കിക്കോളും ഭായ് എന്നാണ്. പിന്നെ അങ്ങേർക്ക് ഇതല്ലേ പണി, 100 കൂട്ടം പ്രശ്നങ്ങളിൽ ഇടപെട്ട് കക്ഷി വല്ലാത്ത വിഷമത്തിലാണ്. എന്റെ പൊന്ന് ദിലീപേ, അതിനിടയിൽ നിങ്ങളുടെ കാര്യം നോക്കാൻ അദ്ദേഹത്തിന് സമയം ഉണ്ടാവില്ല ദിലീപേ എന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് ഈ നാട്ടിൽ ദിലീപിനെതിരെ കാണിക്കുന്ന കൊള്ളരുതായ്മകൾ കണ്ടപ്പോഴാണ്. അതിന് മുഖ്യമന്ത്രിയുടെ എല്ലാം പിന്തുണയും ഉള്ളതുകൊണ്ടായിരിക്കാം. അയാളും അപ്പുണ്ണിയും സംഘവും ശബരിമലയിൽ പോയി. പൊരിവെയിലത്ത് അയാൾ അയ്യപ്പ തിരുസന്നിധിയിൽ ഭക്തിയിൽ ലയിച്ചു നിൽക്കുന്നു. അതേസമയം അയാളുടെ നാട്ടിലാണെങ്കിലോ എറണാകുളം ശിവക്ഷേത്രത്തിലെ 2026 ഉത്സവത്തിന്റെ ചിലവിലേക്കുള്ള കാശ് പിരിക്കാൻ കൂപ്പൺ അടിച്ച് ആദ്യ കൂപ്പൺ ഡിസംബർ 16-ന് 6:30 ദീപാരാധനയ്ക്ക് ശേഷം പ്രമുഖ ചലച്ചിത്ര താരം ദിലീപ് വിതരണം ആരംഭിക്കുമെന്ന് പോസ്റ്ററൊക്കെ ഇറക്കി നിൽക്കുന്നു. ദിലീപ് നിരപരാധിയാണെന്ന് വിധിച്ചപ്പോൾ അയാളെ അതിൽ നിന്നും മാറ്റി ദേവസ്വം എള്ളോളം ആയുസുണ്ടെങ്കിൽ എറണാകുളത്ത് അപ്പൻ കാക്കും രക്ഷിക്കും എന്ന ടാഗ് ലൈൻ ഒക്കെ കൊടുത്ത് പരസ്യമെല്ലാം ദേവസ്വം ബോർഡ് ചെയ്ത ശേഷം ദിലീപിനെ അങ്ങ് ഒഴിവാക്കി. കാരണം അയാൾ നിരപരാധിയാണെന്ന് കോടതി വിധിച്ചു. അതാണ് പ്രശ്നം. കുറ്റവാളി ആയിരുന്നെങ്കിൽ അയാൾ തന്നെ ഉദ്ഘാടനം ചെയ്തേനെ. ഏത് നേതാവ് വിളിച്ചു പറഞ്ഞിട്ടാകും ദിലീപിനെ മാറ്റിയതെന്ന് എനിക്കറിയില്ല. എന്തായാലും ദിലീപ് ഒരു നിരീശ്വരവാദിയോ ദേവന്റെ കട്ടളപ്പാളി അടിച്ചു മാറ്റിയിട്ട് സ്വർണത്തിന് പകരം ചെമ്പ് വെച്ചവനോ അല്ല. അയാൾ ഒരു നല്ല ദൈവവിശ്വാസിയാണ്. ആരെയോ സുഖിപ്പിക്കാനായിരിക്കും ഈ ചടങ്ങിൽ നിന്നും ക്ഷണിച്ചിട്ട് ദിലീപിനെ മാറ്റിയത്. ഇതുകൊണ്ടൊക്കെ ഭരണകർത്താക്കൾ നാറുമെന്നല്ലാതെ ദിലീപിന് ഒരു ചുക്കും സംഭവിക്കാനിടയില്ലെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു.